അപ്പോൾ നമുക്ക് ആ സിമ്പിൾ കപ്പ ബിരിയാണി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാൽ നേരെ വീഡിയോയിലോട്ട് പോകും. അതിനായിട്ട് ഇതാ എല്ലൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയുള്ളിയാണ്. വെല്ലുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളകും പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. ഇതിൽ ഈ ഒരു എല്ലിൽ കുറച്ച് നെയ്യും കൂടി ഉള്ളതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ട്. ആദ്യം തുറന്നപ്പോൾ വെന്തിട്ടില്ല, അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇതാട്ടോ. ഇനി അതേസമയം നമ്മളിതാ കപ്പയൊക്കെ ഇവിടെ നുറുക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വേറൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റുകയാണ് ചെയ്യുന്നത്. കയ്പ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും പോകാനാണ് കേട്ടോ. അതിനുശേഷം നമുക്കിതാ നന്നായിട്ട് ഉടച്ചെടുക്കാം. നല്ല ഉടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിങ് ആണ് എങ്ങനെയാണ് കണ്ടു നോക്കാം. നമ്മൾ എല്ലൊക്കെ വേവിച്ച എല്ല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് കണ്ടു നോക്കാം. മറ്റൊന്നുമല്ല, നമ്മൾ തേങ്ങ വറുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.